ഇന്ന് പുലർച്ചെ തൃശൂർ നാട്ടികയിലുണ്ടായ അപകടത്തിന്റെ വാർത്ത കേരളത്തെ ഞെട്ടിച്ചു. മദ്യലഹരിയിലുള്ളവർ ഓടിച്ച തടിലോറി പാഞ്ഞുകയറി റോഡരികിൽ ഉറങ്ങിക്കിടന്ന നാടോടികളായ 5 പേരുടെ ജീവനാണ് കവർന്നത്. 1ഉം 4ഉം വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് മരിച്ചത്. ലൈസൻസ് പോലുമില്ലാത്ത ക്ലീനറാണ് മദ്യലഹരിയിൽ ലോറി ഓടിച്ചത്. ഡ്രൈവറുടെ ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കും. അപകടവുമായി ബന്ധപ്പെട്ട നിർണായക ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അപകടത്തിന് ശേഷം ലോറി നിർത്താതെ പോകുന്നതും പിന്നീട് ലോറിയിൽ നിന്ന് ഡ്രൈവറെയും ക്ലീനറെയും നാട്ടുകാർ പുറത്തിറക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മന്ത്രി എം പി രാജേഷിനെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ദാരുണമായിട്ടുള്ള അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ വണ്ടി ഓടിച്ച ആളുകൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ബോഡി കൂടി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കാനുണ്ട്. ശവസംസ്കാരം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ചെയ്യും. സാധാരണ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യും. സൂരജ് സജിയുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഉന്മേഷ്, നിലവിൽ ഈ മരിച്ച 5 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി വരികയാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ 2 പേരുടെ മൃതദേഹങ്ങളും അതുപോലെ തന്നെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ, ഞാനിപ്പോൾ ഉള്ളത് തൃശൂർ ജില്ലാ ആശുപത്രിയിലാണ്, ജില്ലാ ആശുപത്രിയിൽ 3 പേരുടെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളുമാണ് പൂർത്തിയായി വരുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മൃതദേഹങ്ങൾ തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കും. അവിടെ നിന്ന് ഈ 5 മൃതദേഹങ്ങൾ 5 ആംബുലൻസിലായിട്ടായിരിക്കും ഈ പാലക്കാട് ഗോവിന്ദാപുരത്തെ ഇവരുടെ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും ജില്ലാ ഭരണകൂടം അടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. പാലക്കാട് ഇവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ട ഏകോപനത്തിനായി പാലക്കാട് കളക്ടർ ഈ ഗോവിന്ദാപുരത്ത് ഇവരുടെ വീട്ടിൽ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വീടിരിക്കുന്ന മേഖലയിൽ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ ഈ മെഡിക്കൽ കോളേജിൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നത്. അതിന് മുന്നോടിയായി തന്നെ, അതായത് ഈ വിവരം അറിഞ്ഞ് പാലക്കാട് ഗോവിന്ദാപുരത്ത് നടക്കം നിരവധി ബന്ധുക്കളാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. അവരെ എല്ലാവരെയും തിരിച്ച് അവർക്ക് നാട്ടിലേക്ക് എത്തുന്നതിന് പ്രത്യേക KSRTCയുടെ ബസ് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അവരും ഈ നാട്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ കണ്ണൂർ സ്വദേശികളായിട്ടുള്ള ഡ്രൈവറെയും ക്ലീനറെയും ഈ കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കും. അതിനുശേഷമായിരിക്കും ഈ നിയമ നടപടികളും മറ്റു കാര്യങ്ങളും അതിന്റെ ഈ കോടതിയിൽ ഹാജരാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും നടക്കുക. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 304 അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് ഈ ഘട്ടത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഡ്രൈവറും ക്ലീനറും മദ്യപിച്ചിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ലൈസൻസ് ഇല്ലാതെയാണ് ഈ ക്ലീനർ വാഹനം ഓടിച്ചത് എന്നുൾപ്പെടെയാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.